അവിടെ മുത്തുനബി പറഞ്ഞു ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണം. കാരണം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാ ജന്നാത്തുൽ ഫിർദൗസ്. സ്വർഗത്തിലെ ഏറ്റവും 100ാമത്തെ പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ്, പ്രവാചകന്മാര് കിടക്കുന്ന സ്വർഗം. ആ സ്വർഗത്തിന്റെ മുകളിൽ അള്ളാഹുവിന്റെ അർശ്, വേറൊന്നുമില്ല, പടച്ചവന്റെ അർശ്. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗവും അള്ളാഹുവിന്റെ അർശും, ഇത് രണ്ടിന്റെയും ഇടയിൽ അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ചില കിളിക്കൂടുകൾ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ സ്വർഗത്തില് എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയുടെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ചില കൂടുകൾ, ചില പറവകൾ ഇങ്ങനെ പറന്നു നടക്കുന്നുണ്ട്. ചില പറവകൾ ഇങ്ങനെ പറന്നു നടക്കുന്നുണ്ട്, പച്ചപ്പറവകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അവരാരെന്നറിയുമോ? അവരാരെന്നറിയുമോ? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ. ആ ശുഹദാക്കളുടെ റൂഹ് കാണുന്ന മുത്തുനബി എവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹു അവരോട് ചോദിക്കുകയാ, ആ ശുഹദാക്കളോട് അള്ളാഹു ചോദിക്കുകയാ, നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കഴിയുന്ന ശുഹദാക്കളോട് പടച്ച റബ്ബ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? ശുഹദാക്കൾ പറയുന്നു, ഞങ്ങൾക്കൊരാഗ്രഹവുമില്ല പടച്ചവന്, ഞങ്ങൾക്ക് ഇത്രയും വലിയ ഒരു പ്രതിഫലം നീ നൽകിയല്ലോ തമ്പുരാനെ. എന്നിട്ടും അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? ആ സമയത്ത് അതാ ശുഹദാക്കൾ പടച്ച റബ്ബിനോട് പറയുന്ന മറുപടി എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാ മിൻ അഹദിൻ മിൻ അഹ്ലിൽ ജന്നത്തി യസുറുഹു അൻ യർജഅ ഇല ദുനിയാ ഗൈറു ഷഹീദ്. ശുഹദാക്കളോട് പടച്ച റബ്ബ് ചോദിക്കുകയാ, റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ച്, സ്വർഗത്തിൽ വെച്ച് ശുഹദാക്കളോട് അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ? ശുഹദാക്കൾ പറയുന്നു, നാഥാ, ഞങ്ങളെ നീ ദുനിയാവിലേക്ക് മടക്കണേ തമ്പുരാന്, ഞങ്ങളെ നീ ദുനിയാവിലേക്ക് മടക്കണേ തമ്പുരാന്. എന്തിനെന്നറിയുമോ? ഫഇന്നഹു യുഹിബ്ബു അൻ യർജിഅ ദുനിയാ യഖൂലു ഹത്താ ഉഖ്തല 10 മറ ഫീ സബീലില്ലാഹ്. ഒരു ശുഹദാഇന് പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമ്പോ ശുഹദാക്കൾ അല്ലാഹുവോട് പറയുകയാണ്, ഞങ്ങളെ ദുനിയാവിലേക്ക് മടക്കിയാൽ അവിടെ ചെന്ന് 10 പ്രാവശ്യം ഷഹീദാകാനാ അല്ലാഹ്. ഒരു പ്രാവശ്യമല്ല തമ്പുരാന്, ഒരു പ്രാവശ്യമല്ല തമ്പുരാന്, ദുനിയാവിൽ പോയിട്ട് 10 പ്രാവശ്യം അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി ജീവൻ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ. ഇന്ന് നാളെ